പ്രിയമുള്ള കൂട്ടുകാരെ, എംസെറ്റ് അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ചില എളുപ്പവഴികളിലൂടെ എങ്ങനെ ഗുണിക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഞാൻ ബോർഡിൽ 3 സംഖ്യകൾ എഴുതിയിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാം എന്ന് കരുതുന്നു. 72 ഗുണിക്കണം 78, 34 ഗുണിക്കണം 36, 45ൻ്റെ സ്ക്വയർ. ഇതൊക്കെ എങ്ങനെ എളുപ്പത്തിൽ കണ്ടെത്താം, പേപ്പറും പേനയൊന്നും ഇല്ലാതെ നമുക്ക് മനസ്സിൽ തന്നെ എങ്ങനെ എളുപ്പത്തിൽ കണ്ടെത്താം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഒന്നാമത്തെ കണക്ക് ഞാൻ പറഞ്ഞു തരാം. 72 ഗുണിക്കണം 78. ഈ സംഖ്യകൾക്കൊക്കെ ഒരു പ്രത്യേകതയുണ്ട്. ഇതിൻ്റെ എല്ലാം ഒറ്റയുടെ സ്ഥാനത്തെ അക്കങ്ങൾ തമ്മിൽ കൂട്ടിയാൽ എത്ര കിട്ടും? 8ഉം 2ഉം തമ്മിൽ കൂട്ടിയാൽ 10, 6ഉം 4ഉം തമ്മിൽ കൂട്ടിയാലും 10. ഇവിടെ 45ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ 45ൻ്റെ വർഗം എന്ന് പറഞ്ഞാൽ 45 ഗുണിക്കണം 45 ആണ് അല്ലേ? അപ്പോൾ അതിൻ്റെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കങ്ങൾ എപ്പോഴും 5 ആയിരിക്കും. അത് തമ്മിൽ കൂട്ടിയാലും ഉത്തരം 10 ആണ്. ഇനി 10ൻ്റെ സ്ഥാനത്തുള്ള അക്കങ്ങൾ തമ്മിൽ നോക്കിയാലോ? അതിനൊരു പ്രത്യേകത ഉണ്ട് അല്ലേ? ഒരേ ആൾക്കാരാണ്. ഇവിടെ 7ഉം 7ഉം, ഇവിടെ 3ഉം 3ഉം, ഇവിടെ 4ഉം 4ഉം. ക്ലിയർ അല്ലേ? ഇങ്ങനെയുള്ള സംഖ്യകളാണെങ്കിൽ നിങ്ങൾക്ക് ഈ ട്രിക്ക് അപ്ലൈ ചെയ്യാം. നമുക്ക് ഒന്നാമത്തെ കണക്കിലേക്ക് പോകാം. 72 ഗുണിക്കണം 78. ഇതിൽ ചെയ്യേണ്ടത് വളരെ എളുപ്പമാണ്. ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. 10ൻ്റെ സ്ഥാനത്തുള്ള അക്കം, അതായത് ഒരുപോലെയുള്ള സംഖ്യ ഏതാണ് നമ്മൾ കണ്ടു അല്ലേ? 7 ആണ്. 7 കഴിഞ്ഞാലുള്ള അടുത്ത എണ്ണൽ സംഖ്യ ഏതാണെന്ന് നോക്കുക. നമുക്കറിയാം 7 കഴിഞ്ഞാൽ അടുത്ത എണ്ണൽ സംഖ്യ 8 ആണ്. ഇവയെ തമ്മിൽ ഗുണിക്കുക. ഈ 7നെയും 8നെയും തമ്മിൽ ഗുണിക്കുക. എത്ര കിട്ടും? 7 ഗുണിക്കണം 8, 56 എന്ന് കിട്ടും. ക്ലിയർ ആണോ? ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി ചെയ്യേണ്ടത് അതിനേക്കാൾ എളുപ്പമാണ്. ഒറ്റയുടെ സ്ഥാനത്തുള്ള സംഖ്യകൾ തമ്മിൽ ഗുണിക്കുക. 2 ഗുണിക്കണം 8, 16. ഒന്നാമത്തേതിൻ്റെ ഉത്തരം അപ്പോൾ 56, 16 എന്ന് കിട്ടും. ഇനി രണ്ടാമത്തേതിൻ്റെ ഉത്തരം 10ൻ്റെ സ്ഥാനത്തുള്ള ആളുകൾ ആരാ? 3 ആണ് അല്ലേ? ഒരേപോലെയുള്ള ആൾക്കാർ. 3 കഴിഞ്ഞാലുള്ള അടുത്ത എണ്ണൽ സംഖ്യ ആരാ? 4. അവയെ തമ്മിൽ ഗുണിക്കുക. 3 ഗുണിക്കണം 4 എത്ര കിട്ടി? 12 എന്ന് കിട്ടി. ക്ലിയർ. ഇനി എന്ത് ചെയ്യണം? അവസാനത്തെ ആളുകളെ തമ്മിൽ ഗുണിക്കുക. 4 ഗുണിക്കണം 6 എത്രയാണ്? 24. എളുപ്പമല്ലേ? ഇനി കാൽക്കുലേറ്റർ ഒന്നും വേണ്ടല്ലോ ഇങ്ങനത്തെ സംഖ്യകൾ കണ്ടുപിടിക്കാൻ. അങ്ങനെയാണെങ്കിൽ 45ൻ്റെ സ്ക്വയർ ഞാൻ ഇതും കൂടി പറഞ്ഞുതരാം. 45ൻ്റെ സ്ക്വയർ, 10ൻ്റെ സ്ഥാനത്തുള്ള ആൾ 4 ആണ്. 4 കഴിഞ്ഞാലുള്ള അടുത്ത സംഖ്യ 5 ആണ്. അവയെ തമ്മിൽ ഗുണിച്ച് കഴിഞ്ഞാൽ 4 ഗുണിക്കണം 5, 20 എന്ന് കിട്ടും. ക്ലിയർ. ഇനി 5 ഗുണിക്കണം 5 അഥവാ 5ൻ്റെ സ്ക്വയർ എത്രയാണ്? 25. എളുപ്പമല്ലേ? ഈ ട്രിക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ.